Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് പൊട്ടാറ്റോ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നുള്ളത്. അതിനുവേണ്ടി 3 പൊട്ടാറ്റോയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊട്ടാറ്റോ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ട് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കാം. നല്ല പോലെ വെന്തൊടഞ്ഞതിന് ശേഷം നമുക്കൊരു സ്മാഷർ വെച്ചിട്ട് നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷർ ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ തവിയ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മഗ്ഗ എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല പോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് നമ്മൾ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും, എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കൽ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ചില്ലി ഫ്ലേക്സിൽ നമ്മൾ മുളകിനെ പൊടിച്ചത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഞാൻ മിക്സ്ഡ് ഹെർബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു വേറെ ഒരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതൊന്നും കയ്യിലില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ പൊടിയില്ലേ അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പിന് കുറച്ച് മേലെയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പിൽ 1/3 കപ്പ് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്നിനെ കുഴച്ചെടുക്കണം. അത്ര മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. നമുക്ക് ഇതിനെ സ്നാക്ക് റെഡിയാക്കാം. എളുപ്പത്തിൽ നമുക്കിത് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടാറ്റോ വേവിച്ചിട്ട് ഒന്നിത് കുഴച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിനെ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് അതിനൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. അതിനെ നല്ല പോലെ ഒരു ഷേപ്പാക്കിയിട്ടിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഒരു കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ ആ ഷേപ്പിൽ ആക്കിയിട്ട്, ഇല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് നഗറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ആ ഷേപ്പിലാക്കിയിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. അത് കാണാനുള്ള ഒരു ഭംഗിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് മുട്ടയുടെ വെള്ളയിലെ മുട്ടയുടെ മഞ്ഞക്കുരു മാറ്റിയിട്ടുള്ള വെള്ള മാത്രം ആ വെള്ളയിൽ ഇത് നമ്മൾ മുക്കിയെടുത്തിട്ടായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടായിട്ട് അതിന് ബ്രെഡ് ക്രംസിലാണ് കേട്ടോ ഇത് ഞാൻ കോട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പണിയൊന്നുമില്ല. നമ്മൾ ചായ ഒരടുപ്പിൽ തിളക്കാൻ വെക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അത്രയ്ക്കും ഈസിയും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ അവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിത് മുഴുവനായിട്ടും ഇത്രയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇത് എത്രത്തോളം പിടിക്കോ അത്രത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് ടൈമിൽ നമുക്കിതിനെ കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട പാടനെ നമ്മൾ മുട്ടയും ബ്രെഡ് ക്രംസും അല്ലേ ഇത് മുക്കിയിട്ടിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കളർ കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും വേണ്ടിയിട്ടുള്ള 5 മിനിറ്റ് മാത്രം മതി. അത്രയ്ക്കും എളുപ്പത്തിലായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ചൂടോടെ കഴിക്കുമ്പോൾക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് തണുത്തിട്ടാകുമ്പോൾ അതിൻ്റെ ക്രിസ്പിയൊക്കെ നഷ്ടപ്പെടുമല്ലേ. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളത്. അത് കഴിക്കുമ്പോൾ ഉടനെ കഴിക്കുകയാണെങ്കിൽ നല്ല കറുമുറാന്നിരിക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇതാ കാണുമ്പോൾ നഗറ്റ്സിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടില്ലേ, കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയില്ലേ, അതിനടിച്ചാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുട്ടികളും മുതിർന്നവരും
ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കും. ഇതിൻ്റെ എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മക്കൾ മാത്രം കഴിക്കുകയാണെങ്കിൽ എരിവ് കുറച്ചിട്ടാലും മതി. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം എല്ലാവരും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇത് ചൂടോടെ കൂടി കഴിക്കുമ്പോൾ കറുമുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ, നല്ല മേലെ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ്. എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.